ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. പ്രാവശ്യം കാലവർഷം നേരത്തെ എത്തിയേക്കാണ് അല്ലേ. മഴക്കെടുതിയൊക്കെ എങ്ങനെയുണ്ട് എന്നറിയില്ല. എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അമ്മൂസ് അവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോകുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് നെറ്റിൽ നിന്ന് കിട്ടിയ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഈ ഇത്തരം ആക്ടിവിറ്റീസുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാം ഫുള്ളായി കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റ് തന്നാൽ സന്തോഷം. സമയം 6:15 കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണെന്ന് മോൻ പറഞ്ഞു. എക്സിറ്റർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണെന്നുള്ളത്. നല്ല മനോഹരമായ കാഴ്ചകളല്ലേ. നല്ല രീതിയിൽ വെട്ടിയൊരുക്കിയാണ്. പുൽത്തകിടിയും മരങ്ങളും ഒക്കെ ഇങ്ങനെ ഫുട്പാത്തും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഫുട്പാത്തിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇപ്പോൾ കാറിൽ. നമ്മുടെ നാട്ടിൽ പിന്നെ നടക്കണവർക്ക് യാതൊരു വിലയില്ലാത്ത പോലെയാണല്ലോ. ഫുട്പാത്ത് ഉണ്ടെങ്കിൽ തന്നെ അതിൽ കച്ചവടക്കാരായിരിക്കും. നാട്ടിൻ പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഫുട്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാവില്ല. റോഡിന് ചുറ്റമൊക്കെ കാട് പിടിച്ച് പൊന്ത പിടിച്ച് കിടക്കുകയായിരിക്കും. അത് നന്നാക്കിയെടുക്കാൻ നമ്മളും ശ്രമിക്കില്ല, പഞ്ചായത്തുകാരും ശ്രമിക്കില്ല, ആരും ശ്രമിക്കില്ല. അങ്ങനെയാണ്. ഇവിടെ എല്ലാം നല്ല രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പഞ്ചായത്ത് മാത്രം വിചാരിച്ചുകൊണ്ട് ശരിയാവില്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫുട്പാത്ത് ശരിയാക്കണം, ആൾക്കാർക്ക് നടന്നു പോകണം, സ്ഥലം വേണമെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യണം. അതില്ല. നടക്കുന്നവർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത സ്ഥലമാണ് നമ്മുടെ സ്ഥലം. റോഡിൻ്റെ പക്കത്ത് എന്ന് പറഞ്ഞാൽ മതിലിനോട് ചേർന്നായിരിക്കും റോഡ് എന്ന് പറഞ്ഞ പോലെ. അതുവരെ മതിൽ കെട്ടുക അല്ലെങ്കിൽ കട കൊണ്ട് വയ്ക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇവിടെ നോക്കൂ, എന്ത് ഭംഗിയിലാണ് വെട്ടിയൊരുക്കിയിരിക്കുന്നത്. നല്ല മനോഹര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പോകാം. അപ്പോൾ ഇനി ഞാൻ അധികമൊന്നും വർത്തമാനമൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നും അറിയില്ലല്ലോ ഇവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയിട്ട്. ഒരേ രീതിയിലുള്ള കെട്ടിടങ്ങളും അങ്ങനെ ചില നിയമങ്ങളുണ്ട് കേട്ടോ അവിടെ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബിൽഡിങ്ങൊന്നും പണിയാൻ പറ്റില്ല. അത് മിനിസ്ട്രിയുടെ സമ്മതത്തോട് കൂടിയിട്ട് അതേ അവരുടെ പ്ലാനിങ് അനുസരിച്ച്, ടൗൺ പ്ലാനിങ്ങിൻ്റെ അതനുസരിച്ചുള്ള കെട്ടിടങ്ങളെ പണിയാൻ പാടുള്ളൂ. ആകെ പച്ച പിടിച്ച് നിൽക്കുന്ന അന്തരീക്ഷം. അപ്പോൾ നമുക്കിതൊക്കെ കണ്ടുകൊണ്ട് യാത്ര പോകാം കേട്ടോ. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കാൻ ഞാൻ ഒന്നുകൂടിയും പറയുകയാണ്, കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. വളരെ മനോഹരമായ കാഴ്ചകൾ. ഇടയ്ക്കിടെ ഇങ്ങനെ മേൽപ്പാലങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഹാൾഡൻ ഫോറസ്റ്റ് പാർക്കിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞ് പോയിട്ട് ഇന്ന് ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിൽ കാണാൻ പോയപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലുള്ള ഫോറസ്റ്റ് പോലത്തെ ഫോറസ്റ്റ് ഒന്നും കണ്ടില്ല. അതുപോലെയാണോ ഇവിടെയെന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. കാണാൻ പോകുന്ന കാഴ്ചയല്ലേ, അപ്പോൾ പോയി കാണാം. നല്ല ഭംഗിയുള്ള ഭൂപ്രകൃതി അല്ലേ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പതുക്കെ ഫോറസ്റ്റിലേക്ക് എത്താം കേട്ടോ. പോണ വഴി തന്നെ കാട് പോലെ തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്തിൽ കൂടെ പോകുന്നത്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിരിക്കുന്നതെന്ന് തോന്നുന്നു. അതാ കാണുന്നു, ഹാൾഡൺ ഫോറസ്റ്റ് പാർക്ക്, ഫോറസ്ട്രി ഇംഗ്ലണ്ട് എഴുതി വെച്ച ബോർഡ് ഗേറ്റിൻ്റെ 2 ഭാഗത്തും കണ്ടു. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എൻട്രൻസ് ഫീ ഒന്നുമില്ല, പക്ഷേ പാർക്കിംഗ് ഫീ ഉണ്ട്. അത് ആ സ്ഥലത്തേക്ക് പോവുകയാണ്, നമ്മൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. കാടിൻ്റെ നിശബ്ദതയിൽ വലിഞ്ഞിറങ്ങാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എന്നൊക്കെ ഭയങ്കര ആലങ്കാരികമായ രീതിയിൽ പറയണമെന്നൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. വിശാലമായ പാർക്കിംഗ് ഏരിയ കേട്ടോ. അവിടെയായിട്ട് കുറച്ച് വണ്ടികൾ കാണുന്നുണ്ട്. പിന്നെ ഞാനിത് വായിച്ചു, ഇവിടെ ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ പാർക്കിംഗ് ഫീ കൊടുക്കണ്ട കേട്ടോ. സമയം 6:30 കഴിഞ്ഞേക്കണു. മെമ്പർഷിപ്പ് ഫീ 50 പൗണ്ടാണ് കേട്ടോ. UK മുഴുവനാണെങ്കിൽ 94 പൗണ്ട്സും. ധാരാളം ഫാമിലി ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് ഫോട്ടോസിൽ നിന്നൊക്കെ മനസ്സിലായില്ല. ഇവിടെ നിന്നൊരു ആക്ടിവിറ്റി തുടങ്ങുകയാണ്.
ഗ്രഫാലോ ഓറിയൻറ്റിയൻ അറ്റ് ഹാൾഡൻ ഫോറസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഇത്തിരി മുതിർന്ന കുട്ടികൾക്കുള്ള പരിപാടിയാണ്. എന്താണെന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. നമ്മളെ ബാധിക്കാത്ത കാര്യമായതുകൊണ്ട് നമ്മളതൊന്നും നോക്കിയില്ല. പക്ഷികളുടെ കളകൂജനം കേട്ടുകൊണ്ട് ഇങ്ങനെ മറന്ന് പ്രകൃതിയോട് ലയിച്ചിങ്ങനെ നമുക്ക് പോവാം കേട്ടോ. ഇനി ഞാനധികം സംസാരിച്ചൊന്നും വരില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രമേ സംസാരിക്കുള്ളൂ കേട്ടോ. ഇവിടെ എന്തൊക്കെയോ നമ്പർ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്തോ ഗെയിമൊക്കെ ഉണ്ടെന്ന്. അതിനെ പറ്റിയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ. എൻ്റെ തുടക്കം എവിടെ നിന്നാണെന്ന് അറിയണില്ല. 9 തൊട്ടേ കാണുള്ളൂ. ചിലപ്പോൾ അറ്റത്തേക്ക് ഞാൻ പോയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഇവിടെ ഫാമിലിക്കുള്ള പല പരിപാടികളും ഉണ്ട്. ടെന്നീസ് ബോൾ കളിക്കാം. പ്രശാന്തൻ്റെ അതും ടെന്നീസ് ബോൾ കളിക്കുകയാണ്. മോള് ദൂരെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫാമിലിക്കുള്ള കുറേ ഫൺ പാക്ക്ഡ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. Keep the other one down. Other tactics are you never know. I might play with my left hand also. It's like two. Oh, okay, don't spin or non spin. Remember. Indeed. വൈൻ മരത്തിൻ്റെ കായകൾ നിറച്ചും വീണ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുത്ത് വല്ല കൊണ്ടുപോയി കഴിഞ്ഞാൽ വല്ല കളറൊക്കെ കൊടുത്ത് വല്ല ഷോ പീസൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന്. എന്തോ സോഷ്യൽ ആക്ടിവിറ്റി നടന്നിരുന്നു. അതിൻ്റെ ഡെക്കറേഷനാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. റീസെൻ്റായിട്ട് എന്തൊരു ആക്ടിവിറ്റി നടന്നിരുന്നു ഇവിടെ. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലം. അടുത്ത് നമുക്ക് കയറാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നടന്ന് പോവാം. ഉണ്ട്, ആരും നടക്കുന്നതും കാണാനില്ല. ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഈ ഭാഗത്തേക്ക് ഞാൻ പോയില്ല കേട്ടോ. ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. അറ്റത്തേക്ക് ഞാൻ എത്തിയില്ല. ദൂരെ നിന്നെടുത്ത കാഴ്ചയാണ്.
ഇരുന്ന് കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ടവർക്ക് ഇരുന്ന് ആസ്വദിക്കാം. കയറിയിട്ട് മരത്തുമ്മലൊക്കെ കയറിയിട്ട് ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇതാ ആളുകൾക്ക് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോകാട്ടോ. മരപ്പാലം പോലെ കെട്ടിയിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞേക്കുന്നു കേട്ടോ. 7:10 നല്ല നല്ല വെളിച്ച കാടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ. നല്ല ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ആ കയറാൻ പറ്റുന്നുണ്ട്. അമ്മ ചാടി കയറണം. പറ്റില്ല അന്ന വേണ്ട 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 പറ്റില്ലെങ്കിൽ വേണ്ട പറ്റില്ലെങ്കിൽ വേണ്ട. പറ്റില്ല. കുട്ടികൾക്കൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലമാണ്. എന്തോ ഒരു ഗെയിം അവസാനിക്കുന്ന സ്ഥലമാണിത്. ഇവിടേക്ക് കാട് ഇറങ്ങി പോകുന്നു. ഇവിടേക്ക് കയറി പോകും. കണ്ടാലറിയാത്ത കാട്ടുപൂവെന്നുമായി ഒരു പൂവ് നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട്. പാവം ഒറ്റയ്ക്കൊരു പൂവ്. ഇടയ്ക്കിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായി തോന്നി. ഇതൊരു വ്യൂ പോയിൻ്റ് ഏരിയയാണ്. കാട്ടിൽ കാണുന്ന ചെടികളെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത്. 14 മീറ്റർ ഡയമീറ്ററുള്ള ഓക്ക് മരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയണത് UK. പിന്നെ ഒരു പൈൻ മരം, സ്പോർട്സ് പൈൻ, അത് മാത്രമാണ് ഈ കോണിഫർ മരങ്ങളിൽ വെച്ച് യൂസ് ആയിട്ടുള്ള മരം എന്നൊക്കെയാണ് എഴുതിയേക്കണത്. പിന്നെ ഡൗഗ്ലാസ് ഫെർട്രി എന്ന് പറഞ്ഞിട്ടൊരു മരം ഇവിടെ നിറച്ചും കാണാം. അത് എന്താ വെച്ചാൽ തീ പിടിക്കില്ല, അതുകൊണ്ട് കാട്ടിൽ തീപിടുത്തം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല, അവിടെ ഒരു ഡസ്റ്റ്ബിന്നും ഇല്ല. അത് നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്നാണ് നെറ്റിൽ കണ്ടത്. ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും കാര്യങ്ങൾ മുഴുവൻ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ എടുക്കാം കേട്ടോ. ഈ മരങ്ങളെ പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏതൊക്കെയോ പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. മൃഗങ്ങളൊന്നും കണ്ടില്ല. 1-2 ചെറിയ പക്ഷികളെ കണ്ടു. സമയം 7:45. എന്നിട്ട് നല്ല വെളിച്ചം കണ്ടു. ഇതും കാടിൻ്റെ ഉള്ളിലാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആനിമൽസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. വുഡൻ മൈസ് ആൻഡ് ഡോർ മൈസ്.
live in the forest and all, although small enough to fill into the ground of human's hand. They are really good at climbing trees. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും കണ്ടുവന്ന് വരില്ല കേട്ടോ. ഇവിടെ എവിടെയുണ്ട് അത് സാധനം. കണ്ടു വെച്ചെടുത്തൊന്ന് കയ്യിൽ പിടിച്ചു നോക്കായിരുന്നു. മോള് അവിടെ കുഞ്ഞുമോളെ നിർത്തിയിട്ട് എന്തോ ഫോട്ടോ വീഡിയോ എന്തോ എടുക്കേണ്ട തിരക്കിലാണ്. അവൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. പണ്ടത്തെ നാട്ടുവഴികൾ ഓർമ്മ വരുന്നില്ലേ ഇത് കാണുമ്പോൾ? ദൂരെ നിന്ന് കുറച്ച് സായിപ്പന്മാരൊക്കെ നടക്കുന്നുണ്ട്, മതവന്മാരൊക്കെ നടന്ന് മൂടിയൊക്കെ വരുന്നുണ്ട്. അവരൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. എടുത്തു കഴിഞ്ഞാൽ അവരെന്താ പറയാമെന്നറിയില്ലല്ലോ. പിന്നെ പെർമിഷൻ ചോദിക്കാനൊക്കെ നിൽക്കേണ്ട വെച്ചിട്ട് ഞാൻ അവരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് വീഡിയോ പകർത്തുന്നത്. കുറച്ച് പേരിങ്ങനെ നടക്കുന്നുണ്ട്, ദൂരെ നിന്ന് വരുന്നുണ്ട്, കണ്ടില്ലേ? GLA അല്ലെങ്കിൽ GLX. ഇവിടുത്തെ കാട്ടിൽ പാമ്പൊന്നുമില്ല കേട്ടോ. ഒരു മരത്തിൽ പാമ്പിൻ്റെ രൂപം കൊത്തി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. നേരത്തെ പോകുമ്പോൾ വന്ന വഴി ഒരു വട്ടം ചുറ്റിക്കറങ്ങി ഇവിടെ എത്തിയേക്കണം. ഞങ്ങൾ ഇനി വേറെ വഴിക്ക് നീങ്ങണം കേട്ടോ. അപ്പോൾ ആ നമ്പർ കാണിച്ചു തുടങ്ങി. ഇത് ഇവിടെ നിന്നാണ് തുടങ്ങണേന്ന് തോന്നുന്നു കേട്ടോ. എന്ത് ഭംഗിയാ ഇലകൾ കാണാനല്ലേ. നല്ല സ്വർണ്ണവർണ്ണത്തിൽ ഇലകളാണത്. അല്ലാതെ നമ്മുടെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നൊന്നല്ല കേട്ടോ. ഇതൊക്കെ വെള്ളം ഒഴുകി പോകുന്നു തോന്നുന്നു. എന്ത് രസമല്ലേ സൂര്യ വെളിച്ചത്തിൽ തിളങ്ങിക്കളാണ്. സമയം 8 മണിയാവാനായി തുടങ്ങി. രാത്രി 8 മണി കേട്ടോ. കാർ പാർക്കിംഗ് ഏരിയയിൽ വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതാ ചെടികൾ വളർത്തുന്നുണ്ട് കണ്ണ്. ഇതേവരെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ കമ്പുകൾ കണ്ട് വളർന്നു വരുന്നുണ്ട്. ചെടികൾ നിറയെ വെച്ചിട്ടുണ്ട് അവർ. ഏറ്റവും വരെ അതാണ് ഈ കാണുന്നത്. ഏറ്റവും വരെ വെച്ചിട്ടുണ്ട്. സമയം രാത്രി 8 മണിയാകുന്നു.
ഇതാ ദൂരെയായിട്ട് ചന്ദ്രക്കല. സൂര്യൻ പോയിട്ടുമില്ല. നായ്ക്കളെ കൊണ്ടുവരേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ. എനിക്കുണ്ട്. അവള് ഫീഡ് ചെയ്തതൊക്കെ അച്ഛന് എനിക്ക് ഓർമ്മ ആടിനെ കഴിച്ചു ഓർമ്മ. ഇതെന്താ സംഭവം? ഇൻഫോ കോഡ്. അപ്പോൾ ഇതിനോട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. ടൈമിന് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനോട് നിൽക്കുന്നുണ്ടാവും. നമ്മളിവിടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചോദിക്കാൻ സംസാരങ്ങളൊക്കെ. അവിടെ പൈസ അടച്ചിട്ടാണ് പോകുക. ഒന്നെങ്കിൽ ഇതിലടിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ആപ്പിലടിച്ചത് അടച്ചില്ലേ. ഒരു കഫേ കാണുന്നുണ്ട്. ഇതിലേക്കുള്ള വഴിയാണിത്, കഫേയിലേക്കുള്ള കഫേ സിറ്റി. ഇവിടെ അതാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയൊക്കെ ഉണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കളിക്കാട്ടോ. മണാല വീണാലും കുഴപ്പമില്ല. ഞാൻ ഇതിലേക്ക് കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ രണ്ട് കുറ്റികൾ ഇല വെച്ച് കണ്ണുകൂടിക്കാക്കിച്ചിട്ടുണ്ട്. ഭാവനയുള്ള കുട്ടികളുണ്ട്. സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇലകളിങ്ങനെ സ്വർണ്ണ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണാവോ മരങ്ങളൊന്നും ഏതാണെന്നറിയില്ല. സ്റ്റിക്ക് മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലി ഫൺ ആക്ടിവിറ്റിയുടെ ഇതാണ് എഴുതി വെച്ചത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. 4 പൗണ്ടാണ് അതിൻ്റെ കൊടുക്കേണ്ടത്. ഇതാ ഞങ്ങൾ കാടിനോട് വിട പറഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്.
ഇപ്പോഴും സൂര്യ വെളിച്ചം മാഞ്ഞിട്ടില്ലേ, കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കണ്ട കേട്ടോ. ഷെയർ ചെയ്യാൻ തീരെ മറക്കണ്ട. ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ മാക്ഡൊണാൾഡ്സിൽ കയറി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 9:30. അപ്പോഴും വെളിച്ചം മാഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് വരേക്കും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ടിൽ.